വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ശാന്തമാകാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഒരുമിക്കുന്നു. ഈ നിമിഷങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് നൽകപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഈ വചന ശുശ്രൂഷയെയും അവിടെ നിന്ന് ഏറ്റെടുത്ത് നയിക്കണമേ. ഇത് സൗഖ്യദായകമായ ശക്തിദായകമായ കൃപയിൽ നിറയുന്ന അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, സകല വിശുദ്ധരെ, മാലാഖമാരെ നിങ്ങളോടെല്ലാം ചേർന്ന് നിമിഷങ്ങളെ സ്വർഗീയ അഭിഷേകത്തിനായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. കനിവോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് തിരുവചനത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തെയാണ് ധ്യാനിക്കുന്നത്. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെ അല്ല ദൈവം തൻ്റെ ജനത്തെ നയിച്ചത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സ് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു. ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു. അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് നയിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 400 വർഷം നീണ്ട അടിമത്വത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ
ദൈവം മോശയിലൂടെ വിളിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് യാത്ര അയക്കുമ്പോൾ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് ഫിലിസ്ത്യരുടെ ദേശത്തുകൂടെയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതുവഴിയല്ല, പിന്നെയോ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതിൻ്റെ കാരണം യുദ്ധം ഭയന്ന് വീണ്ടും ജനം അടിമത്തത്തിലേക്ക് തിരിച്ചു പോകുമോ എന്ന ആശങ്ക കൊണ്ടാണ്. അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന ജനം ഇനി ഒരിക്കലും അടിമത്തത്തിലേക്ക് മടങ്ങരുത് എന്ന് ദൃഢനിശ്ചയമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം ജനത്തെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്, പാപത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുന്ന ആളുകൾക്ക് നല്ല സുഖമാണ്. പ്രഭാഷണ പുസ്തകം പറയുന്നുണ്ട്, പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയതാണ്. ഈശോയും പറയുന്നുണ്ടല്ലോ, നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. ഇങ്ങനെ പാപത്തിൻ്റെ വഴികളിൽ, അടിമത്തത്തിൻ്റെ വഴികളിലുള്ളതെല്ലാം വളരെ സുഖകരമായി നമുക്ക് ഫീൽ ചെയ്യുന്നു, അനുഭവിക്കുന്നു. എന്നാൽ ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് തിരിയാൻ, വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും കടന്നു വരാൻ മനസ്സ് കാണിക്കുമ്പോൾ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളും പ്രതികൂലതകളും കടന്നു വരുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. ഈ പറയുന്ന എൻ്റെയും എന്നെയൊക്കെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ട് എന്നതൊരു സത്യം തന്നെയാണ്. അവിടെ പലപ്പോഴും നമ്മൾ പകച്ചു നിന്ന് പോകുന്നുണ്ട്. എന്തിനു ഞാൻ പിന്നെ ഈ ദൈവത്തിൻ്റെ പുറകെ പോകണം? പലപ്പോഴും ഇങ്ങനെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ തളർന്ന് വീണ്ടും പഴയ വഴിയിലേക്ക് പോകുവാൻ ഇടവന്നിട്ടുള്ള തകർന്നു പോയ അനേകം ജീവിതങ്ങളുമുണ്ട്. ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിലെ സഹനങ്ങളെ നേരിടാനായിട്ട് കഴിയാതെ പോയതുകൊണ്ട് വീണ്ടും പാപത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ആളുകളെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളിൽ അപകടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകൾ അത്യാസന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന ദുഃഖകരമായ വാർത്ത ഒരു പിതാവ് വിളിച്ചറിയിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥനാ സഹായത്തിനാണ് വിളിച്ചത്. ഈ പ്രാർത്ഥന സഹായത്തിനുള്ള അപേക്ഷ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ എനിക്കടുത്തറിയാവുന്നതുകൊണ്ട്, സഹോദര, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് അനുവദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതിലൂടെ ഒത്തിരി ക്രമീകരണങ്ങൾ ദൈവം വരുത്തുമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ 2 ആഴ്ച മുമ്പ് ധ്യാനം കൂടിയതാണ്. എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പുകവലിയും മദ്യപാനവും ഒക്കെ ഞാൻ ഉപേക്ഷിച്ചു. ഞാനിപ്പോൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ടും എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടല്ലോ, അത് നടക്കട്ടെ, അതിനുവേണ്ടി വിട്ടുകൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 ആഴ്ച ആശുപത്രിയിൽ ആയിരുന്നതിന് ശേഷം അത്ഭുതകരമായി സൗഖ്യാനുഭവത്തിലേക്ക് കടന്നു വന്ന് ഡിസ്ചാർജായി വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് മോളുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ നന്മയുടെ വഴിയിലേക്ക് വരാൻ തുനിയുമ്പോൾ എന്നെ
പിശാച് വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് അതിനെയൊക്കെ ചിന്തിക്കുന്നു. ഈ ഒരു ചിന്തയിലാണ് പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന തൻ്റെ പ്രിയപ്പെട്ട ജനം അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവരെ ദൈവം മരുഭൂമിയിലൂടെ നയിക്കുന്നു. കാരണം അവർ വീണ്ടും അടിമത്തത്തിൽ പോകാതിരിക്കാൻ. ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അനുദിന ജീവിത സംഭവങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ജീവിതാനുഭവങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ സഹോദരൻ വർഷങ്ങളായി മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും പാപത്തിൻ്റെയും ഒക്കെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന മകൻ ധ്യാനത്തിലൂടെ മാനസാന്തര അനുഭവത്തിലേക്ക് ഈ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര തിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. ലക്ഷ്യം കാനാൻ ദേശമാണ്. കാനാൻ ദേശത്തേക്കുള്ള യാത്ര മരുഭൂമിയിലൂടെ ആകണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. കാരണം ഇല്ലെങ്കിൽ വീണ്ടും ഇവർ അടിമത്തത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ മരുഭൂമി അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നയിക്കുന്നു. നമുക്കറിയാം, മരുഭൂമി എന്നത് ശൂന്യതയുടെ സ്ഥലമാണ്, ദാരിദ്ര്യമാണ്, കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ, വരണ്ടുണങ്ങിയ ശൂന്യതയുടെ സ്ഥലം, നിരാശപ്പെട്ടു പോകാനിടയുള്ള സ്ഥലം. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി അവിടെ മാറായിൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തതുപോലെ അത്ഭുതകരമായി ഇടപെടാൻ, പകൽ മേഘമായി രാത്രിയിൽ അഗ്നിയായി കൂടെ നിൽക്കാൻ, ചെങ്കടൽ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കാൻ, കാടപ്പക്ഷിയും മന്നായും കൊടുത്ത് ഈ 40 സംവത്സരങ്ങളും വിശപ്പില്ലാതെ മുന്നോട്ട് നീങ്ങാനൊക്കെ ദൈവം ഈ പ്രിയപ്പെട്ട ജനത്തെ നയിച്ചു കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ദൈവം ഉദ്ദേശിക്കുന്നൊരു പദ്ധതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ തളർന്നു വീഴാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ തക്ക വിധത്തിൽ ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ ഈ ജനത്തെ പരിശീലിപ്പിക്കണം. അപ്പം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കുന്ന അനുഭവമാണ് അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അവൻ ദൈവത്തോടടുക്കുമ്പോൾ തിക്താനുഭവമാണ് എനിക്കുണ്ടാകുന്നത് എന്നവൻ പരാതി പറയാനിടവരുന്ന വേദനയുടെയും സഹനത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും രോഗപീഠകളുടെയും അപകടത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ, ഞാൻ മേൽ സൂചിപ്പിച്ച മകളെ ഓർത്ത് വിഷമിച്ച് പ്രാർത്ഥനാ സഹായം ആശങ്കയോടെ ചോദിച്ച മകൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മകളുടെ ജീവിതത്തിൽ ഇടപെട്ട അത്ഭുതകരമായ അനുഭവത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനിട വന്നപ്പോൾ 3 ദിനരാത്രങ്ങൾ വെള്ളമില്ലാതെ മരുഭൂമിയിലൂടെ അലഞ്ഞ് അതിനുശേഷം കൈപ്പേറിയ വെള്ളം കിട്ടിയപ്പോൾ അത് കുടിക്കാൻ നിവൃത്തിയില്ലാതെ വലഞ്ഞപ്പോൾ ദൈവം ഒരു മരക്കഷ്ണം കാട്ടിക്കൊടുത്ത് ആ മരക്കഷ്ണം വെള്ളത്തിലിട്ടപ്പോൾ കൈപ്പേറിയ വെള്ളം മധുരമായി മാറി. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ജനമറിഞ്ഞു. അതേ അനുഭവത്തിലൂടെ ഈ മകനും കടന്നു പോവുകയല്ലേ. ധ്യാനം കൂടി വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇതുപോലൊരു മരുഭൂമി അനുഭവം ജീവിതത്തിൽ തൻ്റെ മകളുടെ അപകടത്തിലൂടെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനും പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുവാനും അതിലൂടെ ദൈവം അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ മഹത്വം അനുഭവിച്ചറിയുവാനും ആ മകന് കഴിഞ്ഞു എന്നതാണ് അവൻ്റെ ജീവിതത്തിലെ ദൈവീക പദ്ധതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്നേ. ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ചിന്തിച്ചു നോക്കുകയെ. കഴിഞ്ഞ കാല ജീവിതങ്ങൾ, നമ്മൾ എത്ര വർഷം ഈ ഭൂമി ജീവിച്ചോ,
അത് പ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ ഇതുപോലുള്ള ചില മരുഭൂമി അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, എന്ത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഒരുപക്ഷെ എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എന്നേക്കാൾ തിന്മയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അനുഭവപ്പെടുന്നതിനേക്കാൾ ക്ലേശകരമായ ജീവിതമാണ് എനിക്ക്. മദ്യപിച്ചും ദൂർത്തടിച്ചുമൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളിലെ മക്കൾ മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കുമ്പോൾ ഞാൻ ഇത്രയും പ്രാർത്ഥനാ ചൈതന്യത്തിലും വിശുദ്ധിയിലും മക്കളെക്കുറിച്ചുള്ള ജാഗ്രതയിലുമൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടും എൻ്റെ മക്കൾ എനിക്കെതിരെ തിരിയുമ്പോൾ, ഏറെ പ്രാർത്ഥിച്ചിട്ടും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കാണാതെ വിളയുമ്പോൾ, തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, എന്തിന് ഞാൻ ഇനി പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു, ദൈവമില്ലേ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലുള്ള മരുഭൂമി അനുഭവങ്ങളുള്ള വ്യക്തികളെ എനിക്കറിയാം. എന്തിനാച്ചാ പ്രാർത്ഥിക്കുന്നത്? ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഭേദമെന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമുക്ക് ഈ തിരുവചനം വെളിച്ചം തരേണ്ടത്. ദൈവത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവന്, അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നവന്, ഈ ഭൂമിയിലെ പാപത്തിൻ്റെയും പൈശാചികതയുടെയും ലൗകികതയുടെയും അടിമത്തത്തിൽ നിന്ന് സ്വർഗീയ ജീവിതത്തിൻ്റെ നിത്യതയുടെ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്, ഒരു കുടുംബത്തിന് ദൈവം ഒരുക്കുന്ന വഴി സുഗമമായ ഫിലിസ്തീനയുടെ ദേശത്തുകൂടെയുള്ള വഴിയല്ല. നാശത്തിൻ്റെ വഴി ആണ് വിശാലമായ വഴിയെന്ന് ദൈവത്തിനറിയാവുന്നത് കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലിനെ ഒരിക്കലും നാശത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം തയ്യാറാകാത്തത് കൊണ്ടാണ് സഹനത്തിൻ്റെയും വേദനയുടെയും നെരിപ്പോടുകൾ അടങ്ങുന്ന മരുഭൂമി അനുഭവം ദൈവം നിനക്കായി ഒരുക്കുന്നത് എന്ന് പ്രിയപ്പെട്ട മകനെ, മകളെ, നീ തിരിച്ചറിയാത്തതാണ്. അതിൻ്റെ പിന്നിലുള്ള ദൈവീക പദ്ധതിയുടെ രഹസ്യം നിനക്ക് മനസ്സിലാകാത്തതാണ് നിന്റെ സങ്കടത്തിന് കാരണം. ചഞ്ചല ചിത്തരാകണ്ട, വിശ്വാസത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ കരം പിടിക്കുക. മോശ ഇസ്രായേൽ ജനത്തോട് ഈ മരുഭൂമി അനുഭവത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ പറയുന്നൊരു വചനമുണ്ട്. ചെങ്കടൽ മുമ്പിൽ മതിൽ പോലെ നിൽക്കുന്നു, പുറകിൽ ഫറവോയുടെ സൈന്യം കോപാക്രാന്തരായി നിൽക്കുമ്പോൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ദൈവം ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ കാണും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ജനം ശാന്തമായി, ദൈവം യുദ്ധം ചെയ്തു. എന്നിട്ട് ദൈവം മോശയോട് പറയുകയാണ്, എന്തിനാണ് ഇതുപോലൊരു അനുഭവം, ഒരു പ്രതിസന്ധി ഇവരുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടത്? ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. അപ്പോൾ ദൈവത്തെ അറിയാത്തവർ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതിന് ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് ചില ക്ലേശങ്ങൾ ദൈവം അനുവദിക്കും. ആ ക്ലേശങ്ങളിൽ അവർ ദൈവത്തെ ആശ്രയിക്കുന്നത് വഴി ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുമ്പോൾ ചുറ്റുമുള്ള ജനതകൾ അത് കണ്ട് മനസ്സിലാക്കണം, ഇസ്രായേലിൻ്റെ ദൈവമാണ് മഹത്വത്തിൻ്റെ ദൈവമെന്ന്. എത്രയോ ആഴമേറിയ ഒരു ദൈവ പദ്ധതിയാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളും നൊമ്പരങ്ങളും സഹനങ്ങളും ഒക്കെ കർത്താവ് നോക്കിക്കാണുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ സഹനങ്ങളിൽ തളരാതെ അസ്വസ്ഥപ്പെടാതെ നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ
കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി വെളിപ്പെടുവാൻ തക്ക വിധത്തിൽ ദൈവിക പദ്ധതിയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ മഹത്വം നമ്മൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാത്ത ഈജിപ്തുകാർ പോലും ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ദൈവത്തെ അറിയാത്തവർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടാൻ ഇടവരുമെങ്കിൽ ഇതിലപ്പുറം ഒരു ഭാഗ്യം മറ്റൊന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഈ ഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്കല്ലേ, ഈ ഒരു അനശ്വരമായ സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്കല്ലേ ദൈവം നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങൾ തന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്? ഫിലിസ്ത്യരുടെ ദേശത്തൂടെ എളുപ്പത്തിൽ നടന്നു പോകാവുന്ന ഉണ്ടായിരുന്നിട്ടും തിരിച്ചു പോകാതെ ഒരിക്കലും എൻ്റെ മക്കൾ അടിമത്തത്തിലേക്ക് മടങ്ങിപ്പോകരുത് എന്ന് നിശ്ചയമുള്ള ദൈവം ഒന്നിനു പുറകെ ഒന്നായി തൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ദൈവം നയിക്കുന്നൊരു വഴിയാണ് ചെങ്കടലിലേക്കുള്ള വഴി, അതിനുശേഷമുള്ള മരുഭൂമിയിലൂടെയുള്ള വഴി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മകനെ മകളെ, ആത്മാർത്ഥമായി ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കൊച്ചു ജീവിതത്തെ ഓർന്ന് വിലയിരുത്തുക, ചിന്തിക്കുക, ശാന്തമാവുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ വലിയ നന്മയുടെ പദ്ധതിക്ക് മുമ്പിൽ, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആ കരുതലിന് മുമ്പിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്ന ദൈവം ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും പ്രഹരിക്കുന്നതും നമ്മെ നശിപ്പിക്കാനല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഈ ശാസനകളിലൂടെയും പ്രഹരങ്ങളിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുന്നത് മറ്റുള്ളവർ കണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം അവരും തിരിച്ചറിയേണ്ടതിനാണ്. ഈ ഒരു വലിയ വിശ്വാസ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മനസ്സുകളെ ഒരുക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ശാന്തമാക്കാം, ദൈവകരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് മഹത്വത്തിൻ്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഉയർത്തി തന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങൾ താവെ അപ്രതീക്ഷിതമല്ല, അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. വീണ്ടും ഞങ്ങൾ അടിമത്തത്തിലേക്ക് പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് പരിശീലിക്കാൻ വേണ്ടി തരുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളെ ഓർത്ത്, സഹനങ്ങളെ ഓർത്ത് എല്ലാം സ്തുതിക്കുന്നു. ഇരു കരങ്ങളെ ഉയർത്തി ശക്തിയോടെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇസ്രായേലിന്റെ മേൽ നിന്റെ മഹത്വം കടന്നു വന്നപ്പോൾ അതിലൂടെ ദൈവമാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കാൻ ഇടയാൻ വന്ന അതേ ദൈവീക ചൈതന്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കണമേ. കൃപയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ, നൊമ്പരങ്ങൾ, സഹനങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, രോഗങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള ദൈവിക വഴിയാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവേ ഞങ്ങളുടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തളരാതെ മുന്നോട്ട് പോകാനുള്ള അഭിഷേകം തരണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള അഭിഷേകം തരണമേ. കർത്താവേ, സഹനങ്ങളിൽ അങ്ങയുടെ കൃപ കണ്ടെത്താനുള്ള അഭിഷേകം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശൂന്യതയുടെയും മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക് കർത്താവേ നിന്റെ സ്നേഹം കടന്നു വന്ന് നിന്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കാനുള്ള ശക്തമായ അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാതെ, പൈശാചിക ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകാതെ ദൈവീക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവേ നിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാവരെയും മുദ്രയിടുന്ന കർത്താവേ, എല്ലാ അന്ധകാരത്തെയും തകർക്കുന്ന
യേശുവിൻ്റെ കുരിശിനാൽ ഞങ്ങളെ മുദ്രയിട്ട് രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ശക്തി ഈ നിമിഷം കടന്നു വരട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ ചിന്തകളിലേക്ക്, ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നിന്റെ സ്നേഹത്തിൻ്റെ ശക്തി കർത്താവേ അയക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.